ജ്യോതിഷം, കണക്കുശാസ്ത്രം, പ്രകൃതിശാസ്ത്രം, ഗോളശാസ്ത്രം മുതലായ ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന് ധാരാളം വ്യുൽപ്പത്തിയുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെ അദ്ദേഹവും ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി പണ്ഡിതന്മാർ പ്രസ്താവിച്ചിരിക്കുന്നു. ഇല്യാസ്, കീസർ എന്നീ 2 പ്രവാചകന്മാർ ഭൂലോകത്തും അപ്രത്യക്ഷരായി ജീവിച്ചിരുന്നതായി അനേകം പണ്ഡിതന്മാർ രേഖയുടെ ബലാബലം നോക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം മലക്കുകളാം വായുമണ്ഡലത്തിൽ പറക്കുന്നത് കണ്ടിരുന്നതെന്നും മേഘങ്ങളെ വിളിച്ചു വരുത്തി അവയോട് സംസാരിച്ചുവെന്നും കിതാബുകളിലുണ്ട്. ഇവ അദ്ദേഹത്തിൻ്റെ മുഅ്ജിസാത്താണത്രേ. ഒരേ മനുഷ്യൻ നബിയും രാജാവും തത്വജ്ഞാനിയുമായി എന്ന നിലക്ക് മുതല്ലസ് എന്ന അദ്ദേഹത്തിനെ പറ്റി പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വ വിശ്വാസത്തിലേക്കും വിഗ്രഹാരാധന ഒഴിക്കുവാനും ആജ്ഞ ലഭിച്ച 1ാമത്തെ പ്രവാചകൻ ഇദ്രീസ് നബിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനടുത്ത കാലത്താണ് വിഗ്രഹാരാധന ഭൂലോകത്ത് പടർന്നു പിടിച്ചതും. നമസ്കാരം, നോമ്പ് മുതലായ ആരാധനകളാം അദ്ദേഹവും അവലംബിച്ചിരുന്നു.